ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ഭംഗിയാക്കി കൊണ്ടുനടക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. നമ്മുടെ മൊബൈലിന്റെ നല്ല ഭംഗിയുള്ള കേസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇടുന്നുണ്ടാവുക. അതേപോലെ തന്നെയാണ് നമ്മൾ മൊബൈലിന്റെ വാൾപേപ്പർ, നല്ല ഭംഗിയുള്ള വാൾപേപ്പർ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വെക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ചില ക്ലോക്കിന്റെ ഒക്കെ ഡിസൈൻ ഒക്കെ നമ്മൾ വാൾപേപ്പർ ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്, നല്ല ഭംഗിയുള്ള ക്ലോക്കുകൾ. അതുപോലെ തന്നെയാണ് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വാട്സപ്പിന്റെ വാൾപേപ്പർ ഇതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള വാൾപേപ്പർ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലൊരു അടിപൊളി ഒരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടത് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മാത്രമല്ല പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത കാര്യം ഞാൻ പറയുന്നുണ്ട്. അബീസ് വ്യൂസ് എന്നാണ് അതിന്റെ പേര് വരുന്നത്. ആ ചാനലും കൂടി നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള നല്ല ഇൻഫർമേറ്റീവ് ഉള്ള വീഡിയോസ് ആണ് ആ ഒരു ചാനലിലും വരുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഉടൻ തന്നെ ആ ഒരു ചാനലും കൂടി കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ഇവിടെ കാണിച്ചു തരാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലെ വാൾപേപ്പർ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം നമ്മളൊന്ന് Gboard എന്ന് പറഞ്ഞിരിക്കുന്ന കീബോർഡിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, Gboard എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അവിടെ താഴെ നമ്മൾ ചാറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മളിവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന അവിടെ നിന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതാണ് അല്ലേ. പക്ഷെ ഇവിടെ ജസ്റ്റ് ഇതൊന്ന് ഭംഗിയാക്കി ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ഇവിടെ ഈ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലേ, ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും നല്ല ഭംഗിയിൽ ആക്കി എടുക്കുന്ന രീതി ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് നോക്കാം ക്ലിപ്പ് ബോർഡ്, അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒന്ന് കാണുക. ഇവിടെ നമ്മൾ നോക്കേണ്ടത് തീംസ് പറയുന്ന ഒരു ഓപ്ഷനാണ്. തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. തീം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ മൈ തീംസ് കാണിക്കുന്നുണ്ട്, ഡിഫോൾട്ട് കാണിക്കുന്നുണ്ട്. ഈ ഡിഫോൾട്ടിൽ നമുക്കിപ്പോൾ പ്രസന്റ്ലി നിൽക്കുന്ന ആ ഒരു ടിക്കിലാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് നിൽക്കുന്ന കീബോർഡിന്റെ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് അത് ഡാർക്ക് മോഡിലേക്ക് വേണമെങ്കിൽ മാറ്റി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് വരിക എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ താഴെ കളർ മോഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഡാർക്ക് മോഡിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സാധാ മോഡിലേക്ക് നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ, ഈ രീതിയിലാണ് നമുക്കിവിടെ സാധാരണ രീതിയിൽ വരുന്നത്, ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ കളർ മോഡ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. ഇനി അതിന്റെ മുകളിലായിട്ട് നമുക്കിവിടെ തീംസ് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. ഏറ്റവും മുകളിൽ ശ്രദ്ധിച്ചാൽ ഒരു പ്ലസ് മാർക്ക് കാണിക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ പ്ലസ് മാർക്ക് കാണിക്കുന്നുണ്ട്, തീം എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ, മൈ തീംസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ആ പ്ലസ് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ പ്ലസ് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഫോട്ടോസ് നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഇവിടെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചൊരു ഫോട്ടോ ഉണ്ട്, മഞ്ജു വാര്യരുടെ ഫോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് അത് പൊസിഷൻ കറക്റ്റ് ആക്കി വെക്കുക, ഏത് ഭാഗമാണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ കീബോർഡിലേക്ക് ആ ഒരു ഫോട്ടോ ആഡ് ആവുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിലായിട്ട്. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇവിടെ കണ്ടില്ലേ അഡ്ജസ്റ്റ് ബ്രൈറ്റ്നസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് എത്രത്തോളം ബ്രൈറ്റ് ആക്കണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അടിപൊളി ഒരു ഓപ്ഷനാണ്. ഏത് ഫോട്ടോസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം, നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അടുത്തൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ വരുന്നത് താഴെ ബോർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബോർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ, നമുക്ക് വിസിബിൾ ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ബോർഡേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഓൺ ആക്കി കൊടുക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡേഴ്സ് ഒഴിവാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെയുള്ള നിങ്ങൾക്ക് ഏത് ആക്ടറോ ആക്ട്രസിൻ്റെയോ ആരത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മളൊന്ന് ബാക്ക് ചെയ്തിട്ട് കീബോർഡ് ഇപ്പോൾ എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്തു നമ്മൾ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്, ആ ഒരു ഇമേജ് ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് അടിപൊളി ഇമേജസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തായിട്ട് നമുക്ക് ആ സെറ്റിംഗ്സ് തന്നെ ഒന്നുകൂടി നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഞാൻ പ്രസ് ചെയ്തു, നമുക്കിവിടെ തീംസിലേക്ക് ഒന്നുകൂടി നമ്മൾ പോവുകയാണ്. ജസ്റ്റ് പ്ലസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫോട്ടോ, അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഫോട്ടോ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ആഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളതോ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെതോ ആരത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മളിതൊന്ന് പൊസിഷൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മേലെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതൊന്ന് ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടുക കുറയ്ക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യുക, ഡണ്ണ് കൊടുക്കുക. പിന്നെ അതിന് ശേഷം താഴെ കീബോർഡേഴ്സ് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് താഴെ. അപ്പോൾ ആ കീബോർഡേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുക ചെയ്തതിനു ശേഷം ബോർഡേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇമേജ് ഏത് ഇമേജാണോ സെലക്ട് ചെയ്തത് അത് നിങ്ങളുടെ
കീബോർഡിൽ സെലക്ട് ആവും. നല്ല അടിപൊളി ഓപ്ഷൻ അല്ലേ. ഇനി ഇത് എങ്ങനെയാണ് നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ ഓപ്ഷൻ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ടൈപ്പിങ്ങിന് ആ ഓപ്ഷൻ എടുക്കുക, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ട്. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ സാധാരണ പോകുന്ന പോലെ തന്നെ തീമിൽ പോവുക. തീമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്ത് അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട മുകളിൽ കാണുന്ന ആ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നില്ലേ, അവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഡിലീറ്റ് നോക്കിയിട്ട് യെസ് കൊടുക്കുക. അതോടുകൂടി ആ ഒരു തീം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് പോകും. ഇനി പുതിയത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന് നിങ്ങളുടെ ഫോണിൽ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് അടിപൊളിയാണോ എന്നുള്ള റിസൾട്ട് ഒന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്.